GLPS പൂളപ്പാടം സ്കൂൾ. ഇതെല്ലാം ഈ സ്കൂളിലെ കുട്ടികളാണ്. കുട്ടികൾക്കിടയിൽ ഇതേ സ്കൂളിൽ പഠിച്ചിറങ്ങിയ മറ്റൊരു കുട്ടിയുമുണ്ട്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. ആയിരത്തി 1984 പൂളപ്പാടം GLPS സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ സ്വരാജിനെ ചേർത്തത്. 4-ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. സ്ഥാനാർത്ഥിക്ക് കുട്ടികളെ കണ്ടപ്പോൾ തന്റെ സ്കൂൾ കാലം ഓർമ്മ വന്നപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു ഇവിടെ പഠിക്കാൻ അവസരം കിട്ടിയത്. സത്യത്തിൽ ഇത് എൻ്റെ ഒരു പ്രൈമറി സ്കൂളല്ല, എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. എൻ്റെ പ്രപഞ്ച വീക്ഷണം, വ്യക്തിത്വമൊക്കെ രൂപപ്പെടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വന്ന ഒരു ആഹ്ലാദകരമായ അനുഭവമാണ്. ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അവരിലൂടെ കാണുന്നത്. കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഈ മുറിയായിരുന്നു സ്വരാജിന്റെ 1-ാം ക്ലാസ്. ഇന്നിപ്പോൾ ഇത് LKG ആണ്. കുട്ടികളുടെ പേര് ചോദിക്കലും കുശലാന്വേഷണങ്ങളും ഒക്കെയായി മനോഹരമായ കുറച്ച് സമയം പങ്കിട്ടു. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ദിവാകരൻ മാഷിന് സ്വരാജിനെ കുറിച്ച് 100 നാവാണ്. പ്രൈമറി വിദ്യാഭ്യാസ കാലത്തു തന്നെ പ്രസംഗവും എഴുത്തും വായനയും ഒക്കെയായി നടന്ന സ്വരാജിനെ ദിവാകരൻ മാഷ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ സ്വരാജ് പ്രസംഗ മത്സരത്തിൽ സ്കൂൾ തലത്തിൽ 1-ാം സ്ഥാനത്തെത്തി. അപ്പോൾ സബ് ജില്ലാ മത്സരത്തിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് 1-ാം സ്ഥാനം ലഭിച്ചു. ജില്ലയിൽ കൊണ്ടുപോയി. പ്രസംഗമാണ് മൂപ്പരുടെ പ്രധാനം. വേറൊന്നും കാര്യം പാട്ടൊന്നുമില്ല, പ്രസംഗം തന്നെയുള്ളു. പ്രസംഗ മത്സരത്തിൽ എന്നും 1-ാം സ്ഥാനത്തായിരുന്നു. സ്വരാജ് കുസൃതിക്കാരനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മാഷിന്റെ മറുപടി ഇങ്ങനെ: ഇല്ലില്ല, അങ്ങനെ വികൃതിയൊന്നും ആയിരുന്നില്ല. നല്ല കുട്ടിയായിരുന്നു. നല്ല വികൃതി എന്ന് പറഞ്ഞാൽ വികൃതിയൊന്നുമല്ല, കുസൃതി. അങ്ങനെ ഒരു എപ്പോഴും പഠനമാണ്. കുസൃതി എന്ന് പറയാൻ പറ്റില്ല. പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി മുഖത്ത് നോക്കിയിരിക്കുന്ന കണ്ടാൽ അറിയാം. കാരണം നമ്മൾ പറയുന്നത് പിടിച്ചെടുക്കുന്ന ഒരു ആ രൂപം അന്ന് തന്നെ എന്റെ മനസ്സിലുണ്ട്. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് സ്വരാജ് തന്റെ സ്കൂളും സന്ദർശിച്ചത്. തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ മനോഹരമായ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയും ഉണ്ടാവാമല്ലോ. എത്ര കാലം കഴിഞ്ഞാലും കലാലയ ജീവിതം സ്വരാജിനെ പോലെ തന്നെ എല്ലാവർക്കും മധുരമുള്ളതാണ്. നിലമ്പൂരിൽ നിന്നും ജോം TK-ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്.